ഹായ് ഗൈസ്, വെൽക്കം ടു ദീപാത്തിസ് വ്ലോഗ്. അങ്ങനെ എൻ്റെ ഫസ്റ്റ് വ്ലോഗാണ്. കാരണം കുറേ ദിവസമായിട്ട് ഇടണമെന്ന് വെച്ചിട്ട് നടക്കുന്നില്ല. കാരണം ഇൻറ്റേൺഷിപ്പ് പോകുന്നതുകൊണ്ട് വ്ലോഗ് ഇടണമെങ്കിൽ ആ വ്ലോഗ് തന്നെ സെയിം ഡെയിലി ഇടേണ്ടി വരും. കണ്ടന്റ് വളരെ കുറവാണ്. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ ലീവാണ്. ഇക്കാടെ കസിൻ്റെ മാരേജാണ്. പിന്നെ ഉച്ചയ്ക്ക് ലാഭിച്ച ഫ്രണ്ട്സ് മീറ്റുണ്ട്. അങ്ങനെ കണ്ടന്റ് കിട്ടിയുണ്ട് ഞാൻ ആദ്യമായി വീഡിയോ എടുത്ത് തുടങ്ങിയാണ്. ആദ്യം വ്ലോഗ് ഇട്ടാൽ ഒരു സ്റ്റാർട്ടിങ്ങിലൊക്കെ പോയിക്കോളും, അതാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഇന്ന് ആദ്യത്തെ വ്ലോഗ് ഇടണമെന്നൊരു നിശ്ചയത്തിലിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് തന്നെ ഇടും. അപ്പോൾ പെട്ടെന്ന് റെഡി ആവണം. കാരണം കുറച്ച് ആറ്റിങ്ങലാണ് മാരേജ്. ഇവിടെ നിന്ന് എന്തായാലും 2 hours ട്രാവലുണ്ട്. അപ്പോൾ പെട്ടെന്ന് റെഡി ആയിട്ട് ബാക്കി കാണാം. ബൈ. അപ്പോൾ ഗൈസ് ഒരുങ്ങി ഇതാണ് ലുക്ക്. അങ്ങനെയുണ്ട്. അങ്ങനെ ഇപ്പോൾ ലേറ്റായി. കാരണം വണ്ടി പഞ്ചറായി. നമ്മൾ ഇറങ്ങുന്ന സമയത്താണ് വണ്ടി ശ്രദ്ധിച്ചത്. വണ്ടി പഞ്ചറായിരിക്കുമായിരുന്നു. ഇപ്പോൾ സെറ്റായി. കുറച്ച് ലേറ്റായി. എന്നാലും നമുക്ക് അവിടെ വിശേഷം. ബൈ. ഗൈസ് നമ്മൾ ഇറങ്ങാണ്. അപ്പോൾ ബാക്കി വിശേഷം കാണാം. ഞങ്ങളവിടെ പോയി സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നേരം ഉണ്ടായിരുന്നു ട്രാവൽ. അങ്ങനെ കുറേ നേരം പോസ്റ്റായി ഇങ്ങനെ ചുമ്മാ വീഡിയോ ഒക്കെ എടുത്തിരിക്കുകയാണ്. പിന്നെ ഫൈനലി നമ്മൾ ഓഡിറ്റോറിയം റീച്ചായി. കാരണം നല്ല ലേറ്റായിട്ടാണ് എത്തിയത്. ഞങ്ങൾ ഉടനെ പോയി ഫുഡും കഴിക്കാൻ പോയി. അങ്ങനെ ബിരിയാണി കഴിഞ്ഞുകൊണ്ട് ഞങ്ങളിപ്പോൾ സദ്യയാണ് കഴിച്ചത്. അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് സെറ്റായി. നമ്മളവിടെ റിലേറ്റീവ്സിനൊക്കെ കണ്ട്. അതാണ് എൻ്റെ ഉമ്മച്ചി, ഇക്കാടെ വാപ്പയമ്മ, എൻ്റെ ഉമ്മയാണ്. അത് ഞങ്ങൾ ഇറങ്ങി. മമ്മി ഇനി നമ്മൾ എവിടെ പോകുന്നു? വാപ്പ അടുത്തെവിടെ പോകണം? വൈകിട്ടായിട്ട് എത്താത്തതുകൊണ്ട് നമുക്ക് നന്നായിട്ട് വിശന്നു. അങ്ങനെ ഞങ്ങൾ ചായയും കേസരിയും കടിയൊക്കെ വാങ്ങിച്ച് കഴിച്ചു. എനിക്ക് കേസരി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ടേസ്റ്റ് അതാണ് ഞാൻ കുറേ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് മോദവും കൂടെ ട്രൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടെ വിശന്നുകൊണ്ട് പിന്നെ കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒരു സൂപ്പർ മാർക്കറ്റ് ഒരു ഷോപ്പിൽ പോയി. അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഒരു ഐസ്ക്രീം പുതിയതായിട്ട് കണ്ടു. അപ്പോൾ അത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് വാങ്ങിച്ചു. ഇറാനിയൻ പിസ്താഷ്യോ കുനാഫ എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് കുറേ ഷോപ്പിംഗ് കഴിഞ്ഞ് ഹിബയെ വിളിച്ചു. ഹിബയ്ക്ക് എന്തൊക്കെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ വീഡിയോ കോൾ വിളിച്ച് അവൾക്ക് എന്തൊക്കെ വേണമെന്നൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് ഇറങ്ങി. എനിക്ക് ചോക്ലേറ്റ്സ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് വലിയ വലിയ ചോക്ലേറ്റ്സ് കാണും, ചെറിയ ചെറിയ ചോക്ലേറ്റ്സാണ് ഭയങ്കര ഇഷ്ടം. അങ്ങനെ അവിടെ നിന്ന് എനിക്കിഷ്ടമുള്ളതൊക്കെ വാരിപ്പറക്കിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അവിടെ നിന്ന് കുറേ നേരം നിന്ന്. കാരണം അവിടെ വെറൈറ്റി ഗൾഫ് ഷോപ്പാണ്, വെച്ചാൽ അവിടുത്തെ ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഷോപ്പാണ്. അങ്ങനെ അവിടെ നിന്ന് കുറേ സാധനമൊക്കെ വാങ്ങിച്ച് ഇറങ്ങി. അത് കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ വാപ്പിച്ചിട്ട് ഫ്രണ്ട്സിൻ്റെ ഗെറ്റ് ടുഗദർ ഫംഗ്ഷന് പോവുകയാണ്. അപ്പം അവിടുത്തെ വിശേഷം അവിടെ പോയിട്ട് കാണാം. ഓക്കെ, ബൈ. ഹായ് ഗൈസ്, ഹായ്. അപ്പോൾ ബ്ലോഗിങ് കൊണ്ട് എന്നെ വെച്ച് ചെട്ടിയിരിക്കുക. ഓടിച്ചോട് നമ്മളവിടെ അടുത്തായിട്ട് നമ്മൾ നടന്നാണ് പോകുന്നത് ഗൈസ്. ഓക്കെ, ഹായ് ഗായ്. തമ്മച്ചി എവിടെ പോകുന്നത്? റൈസ് വാങ്ങിക്കാൻ. ഷാജി, 6 അനിൽകുമാർ DS. അവിടെ പെട്ടെന്ന് തന്നെ കടന്നു വരണം. ഇത് ലാസ്റ്റ് സെക്ഷനാണ്. മകളാണ് BAMS-ൽ ഉന്നത വിജയം കരസ്ഥമാക്കി ഡോക്ടർ അസ്നർ നിസാറിനെ ആദരിക്കുന്നു. നമ്മുടെ നിസാറിന്റെ മകളെ ആദരിക്കുന്നതിലേക്ക് വേണ്ടി ശ്രീ ശോഭയെ ക്ഷണിക്കുന്നു. നമ്മുടെ ജോയിന്റ് സെക്രട്ടറി. അങ്ങനെ വീട്ടിലെല്ലാം കഴിഞ്ഞെത്തിയിരിക്കുകയാണ്. ഭയങ്കര ടയേർഡ്. ഇടയ്ക്ക് വെച്ച് ഫോൺ ഓഫായിപ്പോയി. അങ്ങനെ കുറേ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അമ്മച്ചിയുടെ ഫോണിൽ കുറച്ചെടുത്തു. പക്ഷെ അത് ക്ലാരിറ്റിയുടെ പ്രശ്നമാണ് ചിലപ്പം. അങ്ങനെ നമുക്കിനി അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ.